ഈ സിനിമാക്കാരൊക്കെ കുഴപ്പമാണ്. ഞങ്ങൾ സിനിമാക്കാർക്ക് എന്താ കുഴപ്പം? കുഴപ്പമെന്ന് പറയാന് ഇപ്പൊ എനിക്ക് കഴിയൂല. കാരണം അത്രക്ക് ഉണ്ട് നിങ്ങളെ കുഴപ്പങ്ങള്. ഓ, എണ്ണി പറയാൻ പറ്റാത്ത കുഴപ്പങ്ങളാ സിനിമാക്കാർക്കുള്ളത്. ഞാൻ എന്താ ഇപ്പൊ ഇവിടെ ഉള്ള സത്യങ്ങളൊക്കെ അല്ലേ പറയിപ്പിക്കുന്നത്? ഞാൻ ആരെ കൊണ്ട് നുണ പറയാറുണ്ടോ? നിങ്ങൾ നേരത്തെ എന്തായാലും പറഞ്ഞത് സത്യം മാത്രം വെളിപ്പെടുത്തണോ? അങ്ങനെ അല്ലേ പറഞ്ഞേ? അതാണ് പറഞ്ഞത്. അപ്പൊ ഞാന് ഒരു വീട്ടിലാണ്. എന്താ ആ സ്ഥലം ഒന്ന് മാറ്റിക്കൂടെ? ഇപ്പൊ ആ സ്ഥലത്തേടോ. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞു. അപ്പൊ ഞങ്ങള് മാത്രം ന്യായല്ലേ? നിങ്ങൾ എല്ലപ്പോഴും വീട് മാറിക്കൂടെന്നല്ലേ ചോദിച്ചേ? നുണ പറയാൻ ഞാൻ പറഞ്ഞായിരുന്നോ? നുണ പറയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞായിരുന്നോ നുണ പറയാൻ? പറഞ്ഞു. എപ്പോ പറഞ്ഞു? നുണ പറയാൻ ഞാൻ പറഞ്ഞില്ല. ആ സ്ഥലം ഒന്ന് മാറ്റുന്നതായിരുന്നു നല്ലതെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ നിന്ന് വീട് മാറാൻ പാടില്ലേന്നാ ചോദിച്ചത് ഞാൻ. അതിന്റെ അർത്ഥം ഞാൻ കണ്ടുപിടിച്ചു. അതിന്റെ അർത്ഥം അങ്ങനെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ ഞങ്ങള് എന്താ കണ്ടുപിടിക്കുക? അത് ഞങ്ങള് വെളിപ്പെടുത്തേ. അത് നിങ്ങൾ കരാട്ടക്കാരാന്നോ തോന്നിയതങ്ങ് വിചാരിക്കുവോ? വിചാരിക്കൂ. പിന്നെ പിന്നെ അങ്ങനെ വിചാരിച്ച കൊള്ളത്തില്ലല്ലോ ഈ ചെറുപ്രായത്തില് തന്നെ. ചെറുവായോ വരുവായൊന്നൊന്നുമില്ല കരാട്ടയില്. ഓഹോ, കരാട്ടയില് സ്റ്റാൻഡേർഡാ. അതെനിക്ക് മനസ്സിലായി, നല്ല സ്റ്റാൻഡേർഡാണെന്നുള്ളത്. ഈ കുട്ടിപ്പട്ടാളെന്ന് പറഞ്ഞ പ്രോഗ്രാം കാണാറുണ്ടോ? ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഇത് കുറച്ച് സ്റ്റാൻഡേർഡാണ്. പക്ഷെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ആണല്ലോ. ഇച്ചിരി കൂടുതലായി പോയി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു നെട്ട് കൂടുതലാന്ന് പറഞ്ഞില്ലേ? ഒരു നെട്ട് കൂടുതലായിരിക്കും. അതല്ലേ ഇവിടെ കൊതുക്കണേ ഒരു നെട്ട് കൂടുതലാവും. പൈസക്ക് വേണ്ടി വരും ഇങ്ങനെ അധ്വാനിക്കുന്നു. ഞാനേ ഇവരോട് ആരോടും ഇവിടെ ഇരുന്ന് പണി നോക്കാൻ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഇവരെ എന്നെ പണി എടുപ്പിക്കുന്നതാ ഇപ്പൊ നിർത്തി. ഞാനും ഇത് ചെയ്യുന്നത് പണിയാ. അല്ലാണ്ട് ഞാൻ ഇയാളിരിക്കുന്ന പോലെ കാര്യം കയറ്റിയല്ലല്ലോ ഇരിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് എന്താ പണിയല്ലേ? സാമൂഹ്യ സേവനമല്ലേ? സമൂഹ സേവനം അങ്ങനെ പറയാൻ പറ്റും. എന്നിട്ട് പറയും സാമൂഹ്യ സേവനം. സമൂഹ സേവനമല്ല, സാമൂഹ്യ സേവനം. ജോലിയൊക്കെ അയക്കും. പക്ഷേ നിങ്ങൾ ഈ സിനിമയിലൊക്കെ എന്താ ചെയ്യുന്നത്? എന്തെന്നാ ചെയ്യുന്നത്? ഉദാഹരണത്തിനാ നിങ്ങള് കല്യാണം കഴിച്ച അന്നേരം ഒരു സിനിമാ നടന്റെ കൂടെ അഭിനയിക്കാൻ അതിനുള്ള ഫീലിംഗ് തോന്നൂലേ? അതിനുള്ള ഫീലിംഗ് ഭർത്താവിന് തോന്നൂലേ? അതൊക്കെ നിങ്ങൾ ആലോചിക്കണോ? അതൊക്കെയാണ് തിങ്ക് ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനല്ലേ. ഞാനിപ്പോ എന്തിനൊരു ഉത്തരം പറയും? ഇതെങ്ങനെ ഞാനൊന്നും മുഴുമിപ്പിക്കും? ഈശ്വര, ഇതിന് ഉത്തരം ഒന്ന് ഉപ്പോടി ചോദിക്കട്ടെ. ഞാനൊരു ഭർത്താവേ അല്ലെന്ന്. ഒരു ഭർത്താവിന്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അത്? ഇപ്പൊ നിങ്ങൾ അങ്ങനെ അഭിനയിക്ക. അപ്പൊ ഓരോ മനസ്സിൽ എന്താ തോന്നുന്നത്? എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എങ്ങനെ അഭിനയിക്കുന്നു? നിങ്ങളിപ്പോ ഒരു സിനിമാന്റെ കൂടെ അഭിനയിക്ക. ഞാനൊരു സിനിമാ നടന്റെ കൂടെ അഭിനയിക്കുന്നു. അപ്പൊ ഓരോ എന്ത് വിചാരിക്കും? ഇഷ്ടാണെന്ന് വിചാരിക്കൂലേ? അന്നേരം ഓൾക്ക് വിഷമം തോന്നൂലേ? അന്നേരം ഒരു പിരിയൂലേ? അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്ത് വിഷമം? നിയമം നിങ്ങൾ സിനിമാക്കാർ നോക്കുന്നില്ല. നിയമം നോക്കാൻ അഭിനയമായിട്ടും ജീവിതമായിട്ടും കാണാൻ അറിയണം. വിവരവും ബോധവും വേണം. വിവരം നിങ്ങൾക്കാണ്, ഞങ്ങൾ പവറാണ്. പവർ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മൂളയിൽ എന്തെങ്കിലും ഉണ്ടാവണം കേട്ടോ. മൂളയിൽ ഉണ്ട്, പക്ഷെ നിങ്ങളെ തലയിൽ കളിമണ്ണാണ്. ആയിക്കോട്ടെ, കളിമണ്ണ് വെച്ച് ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ. കളിമണ്ണ് വെച്ച് ജീവിക്കുന്നുണ്ടാവും. പക്ഷെ ബുദ്ധി ഉണ്ടായിട്ട് ബുദ്ധി ഉണ്ടാക്കി ഞങ്ങൾ ജീവിച്ചോളാം കേട്ടോ. എന്റെ പൊന്നോ.